നമുക്കിന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ടൊരു ബോണ്ടായ ഉണ്ടാക്കാമോ? അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാം വീടുകളിലും നമ്മൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ മാവ് അരച്ച് വെക്കുമല്ലോ. അരച്ച് വെച്ച മാവിന്റെ നമ്മളിപ്പോൾ ഇന്ന് ദോശ മാവ് അല്ല ഇഡലി മാവ് എടുത്തിട്ട് ബാലൻസ് വരുമ്പോൾ നമ്മൾ നാളത്തേക്ക് അത് വെച്ചേക്കും. ആ മാവ് വെച്ച്, കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ശകലം പുളിക്കണം. ആ മാവ് വെച്ച് നമുക്കിന്നൊരു ബോണ്ടായ ഉണ്ടാക്കി നോക്കാം. ഒരു ശകലം പുളിച്ച മാവ് വെച്ച് ബോണ്ടായ ഉണ്ടാക്കി നോക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇഡലി മാവാണ്. ഇഡലി മാവോ ദോശ മാവോ ഏതെങ്കിലും പുളിച്ച മാവ്. അപ്പം ഞാനിത് മിനിങ്ങാന്ന് ആട്ടി വെച്ച മാവാണ്. ഇന്നലെയല്ല, മിനിങ്ങാന്ന്. അതിൽ ഇന്നലെ ചുട്ടെടുത്തതിൻ്റെ ബാക്കിയാണിത്. ഞാനിപ്പോൾ ഇത് ഇവിടെ ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ നമുക്ക് അത്ര എടുത്തുവെച്ചാൽ മതിയേ. അടുത്തതായി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടിയത് സവാളയാണ്. ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇഞ്ചി പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർക്കാമേ. അത് കഴിഞ്ഞേച്ച് മല്ലിയിലയും കറിവേപ്പിലയും. നമുക്കിതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാമേ. പിന്നെ വേണ്ടിയത് റവയാണ്. 1 സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇത്രയും ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം. ഇനി വേണ്ടിയത് അരിപ്പൊടിയാണ്. നമുക്ക് ഈ മാവ് ബോണ്ട മാവിൻ്റെ അളവിനാകുന്നത് വരെ നമുക്ക് ഒരിച്ചിരി അരിപ്പൊടി ഇട്ട് കൊടുക്കാമേ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കാം. നമ്മുടെ മാവിനകത്ത്, ഇഡലി മാവിനകത്ത് ഓൾറെഡി ഉപ്പുള്ളതാണ്. പിന്നെ ഒരു ശകലം കൂടി ഇട്ട് കൊടുക്കാം. നോക്കിക്കൊണ്ടിടണം ഉപ്പെല്ലാം. നമുക്കിത് കൈവച്ച് തന്നെ ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് കട്ടിയാകരുത്. ഇപ്പം ഞാൻ ഇവിടൊന്ന് കൈവച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. നമുക്കിപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണേ. ഉപ്പില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി ചേർത്തതാണ്, എന്നാലും നമുക്കൊന്നുകൂടെ നോക്കണം ഒന്ന്. ഈ പരുവം മതിയേ. എന്നിട്ട് ആദ്യം നമ്മൾ കൈ ഒന്ന് നനയ്ക്കണം. കൈ ഒന്ന് നനച്ചിട്ട് വേണം നമ്മളിത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമുക്കിത് എണ്ണ ചൂടാക്കി എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാമേ. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ രീതിയിൽ ഇട്ട് കൊടുക്കാമേ. നമ്മൾ എത്ര എണ്ണ ഒഴിക്കുന്നോ ആ എണ്ണയ്ക്കനുസരിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മതി. നമ്മുടെ ബോണ്ട അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. മൂത്തിട്ടുണ്ട്. ഒരു ശകലം കൂടെ മൂത്തച്ചാൽ മതി. നോക്കിക്കേ. അങ്ങനെ നമ്മുടെ ബോണ്ട എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കൈ ഇങ്ങനെ ഒന്ന് നനച്ചിട്ട് വേണം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇഡ്ലി മാവ് കൊണ്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഞാൻ ഇതിന് സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. കാരണം മാവ് നന്നായിട്ട് പുളിച്ചതാണെങ്കിൽ സോഡാപ്പൊടിയുടെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. മാവ് പുളിക്കാത്ത മാവ് എടുത്താൽ കട്ടിയായിട്ടിരിക്കും, നല്ല ഹാർഡായിട്ടിരിക്കും. ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. ഇങ്ങോട്ട് നോക്കൂ, ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് എന്തുവാന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളികളുടെ സ്വന്തം കട്ടൻ ചായ. നമുക്കിത് കൂട്ടി ഒരു പിടി ഒന്ന് പിടിക്കണം. നോക്കാമേ, നോക്കൂ, ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ കട്ടൻ ചായയും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.